മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. KPCCയിൽ ഒരു പുതിയ വിവാദം രൂപപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ കത്ത് വിവാദമാണ് KPCCയിൽ വരുന്നത്. മറ്റൊന്നുമല്ല, കെ സുധാകരന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം കണ്ണൂരിൽ നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഒരു കത്തയച്ചു എന്ന രീതിയിൽ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് അതാണ് പുതിയ വിവാദമായി വരുന്നത്. എന്തായാലും ഈ കത്ത് നിഷേധിച്ച് KPCC നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ച് പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ പോലീസിനും അടക്കം അവർ നൽകിയിട്ടുമുണ്ട്. ഔദ്യോഗികമായ ലെറ്റർ ഹെഡ് മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു എന്നാണ് ആക്ഷേപം. പക്ഷേ അതിനിടയിൽ മറ്റൊരു നീക്കമുണ്ടാവുന്നത് കെ സുധാകരൻ ഇതിനകം തന്നെ ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. തനിക്ക് ഈ കത്തിൽ സംശയമുണ്ട്, ഇത്തരമൊരു നീക്കം നടന്നു എന്ന് ആശങ്കയുണ്ട് എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ കത്ത് വിവാദം കോൺഗ്രസിനെ കുഴയ്ക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കത്ത് വിവാദം യഥാർത്ഥത്തിൽ KPCC നേതൃത്വം തള്ളിയിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന്. പക്ഷേ പുറമേക്ക് പറയുന്നില്ലെങ്കിലും സുധാകരൻ അല്ലെങ്കിൽ സുധാകരനെ അനുകൂലിക്കുന്നവർ സംശയിക്കുന്നുണ്ടോ ഇത്തരമൊരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന കാര്യം? ഇത് ഏത് രീതിയിൽ കോൺഗ്രസിൽ വെല്ലുവിളി ഉണ്ടാക്കും? കെ സുധാകരന് കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആക്ഷേപം, അഭ്യൂഹം വലിയ തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളുടെ KPCC അധ്യക്ഷന്റേതെന്ന പേരിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ പാടുള്ള ഒരു കത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: കെ സുധാകരൻ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് മത്സരിച്ചാൽ നിയമസഭയിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് പകരം TM മോഹനെ അവിടേക്ക് പരിഗണിക്കണം എന്ന പരാമർശമുള്ളൊരു കത്താണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇങ്ങനെയൊരു കത്ത് ഔദ്യോഗികമായി ഒരു തരത്തിലും മല്ലികാർജ്ജുന ഖാർഗെയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉറപ്പിച്ചു പറയുന്നു. മാത്രവുമല്ല, ഈ കത്ത് ആരാണ് ഇത്തരത്തിലൊരു കത്ത് വ്യാജമായി ചമച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാനമായ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ബോധപൂർവം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിനുള്ളിൽ പാർട്ടിയെ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താനായി നടത്തിയ നീക്കമാണോ, അതോ അതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തിയ നീക്കമാണോ ഇങ്ങനെയൊരു വ്യാജ കത്ത് ആരോപണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നതിലൊരു വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും കെ സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾക്കിട നൽകുന്ന പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം പാർട്ടി നേതൃത്വം പൂർണ്ണമായി ഈ കത്ത് തള്ളിക്കളയുകയാണ്. പാർട്ടി നേതൃത്വം കത്ത് തള്ളിക്കളഞ്ഞെങ്കിലും ഇത് കോൺഗ്രസിനകത്ത് വെല്ലുവിളി ഉണ്ടാക്കുമോ എന്ന ചോദ്യമാണ്. കാരണം കെ സുധാകരൻ തുടരുന്ന ഒരു മൗനമുണ്ട്. പേരാവൂര്, കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമോ എന്നിപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സുധാകരൻ എന്തായാലും കൂടുതൽ വിമത നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെങ്കിലും നടത്തരുത് എന്നാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതിനുള്ള കരുതൽ അവർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളോടൊക്കെ വളരെ കരുതലോടെ സുധാകരന് പ്രതികരണത്തിനുള്ള സാധ്യതകൾ കുറച്ചൊക്കെയാണ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഒരു കരുതൽ തീർത്തിരിക്കുന്നത്. എന്തായാലും സുധാകരൻ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പെന്ന് കരുതാം. ഇതിനിടയിൽ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സംസ്ഥാനത്ത് UDFന് ഭരണം കിട്ടിയില്ലെങ്കിൽ VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു നീക്കങ്ങളുണ്ടാകും, പക്ഷേ അതിന് മുമ്പുണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രഹരം ചെറുതായിരിക്കില്ല. എന്തായാലും ഈ കത്ത് വിവാദം അത് ഗൂഢാലോചന എന്ന വാദത്തിൽ തന്നെ KPCC നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്ന നീക്കവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.